അതുകൊണ്ടല്ലേ മഹത്തുക്കളായ സൂഫിയാക്കൾ പറഞ്ഞത്, നിങ്ങൾക്കൊരു മരണം വരാനുണ്ട്, ആ മരണമെത്തുന്നതിന്റെ മുമ്പ് നിങ്ങളൊന്ന് മരിക്കണേ. ഇവിടെ ശാരീരികമായ മരണമല്ല, ആത്മഹത്യ ചെയ്യലല്ല, ആത്മീയമായ മരണമാണ് ഇവിടെ ഉദ്ദേശ്യം. ദുസ്വഭാവങ്ങളെയൊക്കെ മരിപ്പിക്കേണ്ടതുണ്ട്, തിന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയൊക്കെ മരിപ്പിക്കേണ്ടതുണ്ട്. അഥവാ പരലോക വിജയത്തെ തടയുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ശരീരം ഈ ലോകത്ത് നിന്ന് പോകുന്നതിന്റെ മുമ്പ് മനസ്സും ആത്മാവും പരലോകത്തേക്ക് യാത്രയാവുക എന്നതാണ്. മഴയ്ക്ക് ശേഷം ഭൂമി തളിർക്കുന്നത് പോലെ ഓരോ പുതിയ പുതിയ വർഷങ്ങൾ വരുമ്പോ നമ്മൾ പുതിയ ജന്മമെടുക്കേണ്ടതുണ്ട്. തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം, തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സമയത്തെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാവേണ്ടതുണ്ട്, ആയുസ്സിനെ കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഒരു ഫുട്ബോൾ കളിക്കുന്ന ആള് ആ ഫുട്ബോൾ ഒരു കളിക്കാരനെ പോലെ അവന് നിശ്ചയിച്ചതായ കൃത്യസമയമുണ്ട്. 1 മണിക്കൂർ സമയത്തിനുള്ളിൽ കളി ജയിച്ചിരിക്കണം. ആ 1 മണിക്കൂറിനുള്ളിൽ ആ എതിർ ടീം നേടിയ ഗോളുകളെക്കാൾ 1 ഗോളെങ്കിലും അധികം നേടിയാൽ മാത്രമേ ഈ ടീം വിജയിക്കുകയുള്ളൂ. നിശ്ചിത സമയത്തിനുള്ളിൽ അതിന് കഴിഞ്ഞില്ല എങ്കിൽ അവർ പരാജയപ്പെട്ടു പോകും. അങ്ങനെ പരാജയപ്പെട്ടാലോ സെമിയിലെത്തൂല, ഫൈനലിലെത്തൂല, കപ്പ് കിട്ടൂല. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച ആയുസ് ഇഖ്ലാസോടെ അമൽ ചെയ്ത് പരലോകത്ത് വിജയിക്കാൻ നമുക്കാവണം. അല്ലാതെ നമുക്ക് നൽകിയ ആയുസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിതം കളിതമാശകളിൽ മുഴുകി ഈ ലോകത്തെ ജീവിതം നഷ്ടപ്പെടുത്തിയാൽ ശാശ്വതമായ ഒരു ജീവിതം വരാനുണ്ട്. അവിടെ നമ്മൾ വിയർക്കേണ്ടി വരും, അവിടെ നമ്മൾ പരാജയപ്പെടേണ്ടി വരും. അവസാനം കത്തിയാളുന്ന നരകക്കുണ്ടാരത്തിൽ പ്രവേശിക്കേണ്ടി വരും.